നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രഹസ്യങ്ങളുടെയും ആഴത്തിലുള്ള അറിവിൻ്റെയും നക്ഷത്രമായ ചതയത്തെക്കുറിച്ചാണ്. നിങ്ങൾ ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരാണോ? എങ്കിൽ ഈ 2025 നവംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ 24ാമത്തെ നക്ഷത്രമാണ് ചതയം ശതഭിഷക്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ 100 വൈദ്യന്മാരുള്ള നക്ഷത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചതയത്തിൻ്റെ അധിപൻ രാഹുവാണ്. ഇത് വ്യക്തികൾക്ക് അഗാധമായ നിരീക്ഷണശേഷിയും ഗവേഷണ താൽപ്പര്യവും കാര്യങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവും നൽകുന്നു. ഈ രാഹുവിൻ്റെ സ്വാധീനം കാരണം ഇവർ സ്വതന്ത്ര ചിന്തകരും അച്ചടക്കമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അമിതമായ രഹസ്യ സ്വഭാവം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ ഇവരെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ചതയത്തിൻ്റെ ദേവത വരുണനാണ്. അതായത് പ്രപഞ്ചത്തിലെ നിയമം, ജലം, രോഗശാന്തി എന്നിവയുടെ അധിപൻ. വരുണൻ്റെ അനുഗ്രഹം കാരണം ചതയം നക്ഷത്രക്കാർക്ക് നല്ല ആരോഗ്യവും ആഴത്തിലുള്ള വിവേകവും അസുഖങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയും ലഭിക്കുന്നു. സത്യസന്ധതയും ധാർമ്മികമായ കാഴ്ചപ്പാടും ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ്. രാഹുവിൻ്റെ ഈ ഊർജവും വരുണൻ്റെ ശാന്തതയും ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. പൊതുഫലം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 നവംബർ മാസം പ്രധാനപ്പെട്ട വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടമാണ്. ഈ മാസം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുക. നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം നിങ്ങൾ സംരംഭ സമർപ്പണത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിർബന്ധമായും ലക്ഷ്യപ്രാപ്തി നേടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നിങ്ങളെ അലട്ടിയിരുന്ന നിലനിന്നിരുന്ന ചില തടസ്സങ്ങൾ ഈ മാസം പൂർണ്ണമായി നീങ്ങിക്കിട്ടും. ഇത് നിങ്ങളുടെ മനസമാധാനം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. ഇത് ദീർഘകാലമായി മനസ്സിലുള്ള പുതിയ ആശയങ്ങൾ പഠിക്കാനും അവയെ ആളുകൾക്ക് മുൻപിൽ ആകർഷകമായി അവതരിപ്പിക്കാനും നിങ്ങൾക്ക് അവസരം നൽകും. പൊതു ഇടങ്ങളിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി കൂടും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നക്ഷത്രാധിപനായ രാഹുവിൻ്റെ സ്വാധീനം ചിലപ്പോൾ അമിതമായ ഏകാന്തതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണത നിയന്ത്രിക്കണം. അതുപോലെ നിങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിലുള്ള ദുർവാശിയും ഈ മാസം നിയന്ത്രിച്ചില്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ തൻ്റേടത്തോടെ നേരിടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ, ധനം. ചതയം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഈ നവംബർ മാസം അഭൂതപൂർവമായ പുരോഗതിയുടെ സൂചനകളാണ് കാണിക്കുന്നത്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രകടിപ്പിക്കാൻ സാധിക്കും. ഇത് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സർക്കാർ ജോലിക്കാർക്ക് ഇത് വളരെ അനുകൂലമായ കാലമാണ്. പുതിയ ഉദ്യോഗം തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ച വിഷയങ്ങളോട് അനുബന്ധമായ ഒരു മികച്ച ജോലിക്ക് അവസരം വന്നു ചേരും. വിദഗ്ധ മേഖലകളിലും സാങ്കേതിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൊയ്യാനാകും. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഈ മാസം
സാമ്പത്തിക നേട്ടവും കൂടുതൽ ലാഭശതമാന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട പുതിയ പ്രോജക്റ്റുകളിൽ ഏർപ്പെടാനുള്ള അവസരവും വന്നു ചേരും. ദീർഘകാലമായി നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാനും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. ധനകാര്യത്തിൽ ഈ മാസം നിങ്ങൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം. വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് നിങ്ങളുടെ നിലവിലെ സമ്പാദ്യം സംരക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ പണം കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുന്നതിലും ഈ മാസം അതീവ ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ഒരു പ്ലാനിംഗ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും. കുടുംബം, ബന്ധങ്ങൾ. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസം കുടുംബജീവിതം പൊതുവെ സുഖകരവും സന്തോഷകരവുമായിരിക്കും. നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും അകൽച്ചകളും മാറി ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ ഐക്യവും അടുപ്പവും കാണുന്നു. ജോലിപരമായ കാരണങ്ങളാൽ അകന്ന് താമസിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത് കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ബലം നൽകും. എന്നാൽ നിങ്ങളുടെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ തുറന്ന സ്വഭാവവും ചിലപ്പോൾ അമിതമായ ആത്മാർത്ഥതയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്. അതിനാൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സുഹൃത്ത് ബന്ധങ്ങൾക്ക് നിങ്ങൾ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും നിങ്ങൾ തയ്യാറാകും. എങ്കിലും ഈ മാസം സുഹൃത്തുക്കളുടെ സ്വകാര്യ കാര്യങ്ങളിൽ നിങ്ങൾ അനാവശ്യമായി അമിതമായി ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിയേക്കാം. മാതാവിൻ്റെ സ്നേഹവും സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം കൂടുതൽ പ്രകടമാവുകയും അവരുടെ ഉപദേശം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വഴികാട്ടിയാകുകയും ചെയ്യും. വിദ്യാഭ്യാസം, പഠനം. ചതയം നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസം അറിവിൻ്റെ വാതിലുകൾ തുറക്കുന്ന സമയമാണ്. പഠനകാര്യങ്ങളിൽ അനുകൂലമായ അന്തരീക്ഷം നിലനിൽക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി പരിശ്രമിക്കുന്നവർക്ക്, വിശേഷിച്ച് വിദേശത്ത് പഠിക്കാനുള്ള ആഗ്രഹമുള്ളവർക്ക് അതിനായുള്ള സാധ്യതകളും അപേക്ഷകളും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. നിലവിൽ പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യും. ഇത് സങ്കീർണമായ വിഷയങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും സഹായിക്കും. ഗവേഷണം നടത്തുന്നവർക്ക് തങ്ങളുടെ പ്രബന്ധങ്ങളിൽ നിർണായകമായ പുരോഗതി നേടാൻ സാധിക്കും. പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. നവംബർ മാസം പുതിയ കോഴ്സുകളിൽ ചേരാനും അധിക വിജ്ഞാനം നേടാനും ഭാവിയിലേക്ക് മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങൾ പഠിക്കാനും മികച്ച സമയമാണ്. എങ്കിലും സുഹൃത്തുക്കളോടൊപ്പമുള്ള അമിതമായ വിനോദങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കുറയ്ക്കാനിടയാക്കുമെന്നതിനാൽ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ സമയക്രമം പാലിക്കുന്നത് ഉത്തമമാണ്. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോഗ്യം. ചതയം നക്ഷത്രക്കാർ ഈ നവംബർ മാസം ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രധാനമായും നാഡീ സംബന്ധമായ അസ്വസ്ഥതകളും
സന്ധികളിലെ വേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ കാലാവസ്ഥാ മാറ്റം കാരണം നീർദോഷ രോഗപീഠകളും ചെറിയ പനികളും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഭക്ഷണക്രമത്തിൽ ചിട്ട പാലിക്കുകയും തണുപ്പുള്ള പാനീയങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഉചിതമാണ്. ഈ മാസം യാത്രകൾ ചെയ്യുമ്പോൾ വാഹന ഉപയോഗത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. അമിത വേഗത ഒഴിവാക്കുക. പുറത്ത് യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കുക. ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും ഒരിക്കലും അവഗണിക്കാതെ ഉടൻ തന്നെ വൈദ്യസഹായം തേടുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. വ്യായാമം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നത് ശാരീരികവും മാനസികവുമായ ഊർജം നിലനിർത്താൻ സഹായിക്കും. അനുകൂല ഘടകങ്ങൾ, പരിഹാരങ്ങൾ. ഇനി ഈ നവംബർ മാസത്തിൽ ചതയം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരാൻ സാധ്യതയുള്ള അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം അനുകൂല രത്നം. വിദഗ്ധനായ ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം ഗോമേതകം ധരിക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് ഉത്തമമായ ഫലങ്ങൾ നൽകും. അടുത്തതായി നിങ്ങളുടെ അനുകൂല ദേവതകൾ. നക്ഷത്രത്തിൻ്റെ ദേവനായ വരുണനെയും അതോടൊപ്പം നക്ഷത്രാധിപനായ രാഹുവിനെയും ഭജിക്കുന്നത് നിങ്ങൾക്ക് സർവകാര്യ വിജയം നേടാൻ സഹായകമാകും. ഇനി ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചതയത്തിൻ്റെ ദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും പ്രധാനം സർപ്പപ്രീതിയാണ്. നിങ്ങളുടെ വീട്ടിലോ സമീപത്തോ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും സമയബന്ധിതമായി വേണ്ട പൂജകൾ നടത്തുകയും ചെയ്യുന്നത് ശ്രേയസ്കരമായ ഫലം നൽകും. കൂടാതെ ചതയം നക്ഷത്രത്തിൻ്റെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസം ഒരു സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിനും സമാധാനത്തിനും വളരെ നല്ലതാണ്. പ്രിയപ്പെട്ട ചതയം നക്ഷത്രക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് ഈ നവംബർ മാസം. രാഹുവിൻ്റെ ഗവേഷണ താൽപ്പര്യവും വരുണൻ്റെ ശാന്തമായ വിവേകവും ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത വിജയങ്ങൾ നേടാൻ സാധിക്കും. ഓർക്കുക, നക്ഷത്രങ്ങൾ വെറുമൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും ഈശ്വരവിശ്വാസവുമാണ് എല്ലാറ്റിനും മുകളിലുള്ള ശക്തി. നിങ്ങൾക്ക് ലഭിക്കുന്ന പോസിറ്റീവ് ഫലങ്ങളെ ഈശ്വരൻ്റെ അനുഗ്രഹമായി സ്വീകരിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ ഊർജവും ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു നന്ദി സൂചകമായി ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 5 വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കു ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല കമൻറ്റ്. അതുകൊണ്ട് ഈ മാസം വിജയകരമാക്കാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചോ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കുന്ന പോലെ മറുപടി നൽകുന്നതാണ്. ദയവായി ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കരുത്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയ വിവരങ്ങൾക്കായി വേദിക് വിശ്വാസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവർക്കും ശാന്തവും വിജയകരവുമായ ഒരു ഒക്ടോബർ മാസം ആശംസിക്കുന്നു. നന്ദി.